ഇതെന്ത് ഭവാനും അവിടെ ഇരിക്കണ്? അമ്മോ ബാ നമുക്ക് ചോദിച്ചാലോ എന്താ? ബാബാ ബാഗൊക്കെ ഉണ്ട് ഇപ്പൊ കയ്യില്. പ്രശ്നമായി കൂടി. ഭവാനിയമ്മേ എന്താ ഭവാനിയമ്മ ഇവിടെ ഇരിക്കുന്നേ? ഓ ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. നീലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഭാവം കണ്ടാലേ എൻ്റെ അമ്മയാവളം തോന്നും. ഓ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അപ്പം നീലുമായിട്ടാണ് പ്രശ്നം. ഭവാനിയമ്മേ അല്ല പ്രശ്നം എന്താന്ന് പറയണേ, ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാമെന്നാണ്. ഞങ്ങൾ പരിഹരിച്ചു തരാം. ഓ ഒരു പരിഹാരമില്ല. ആ പടി ചവിട്ടരുതെന്ന മഹാറാണിയുടെ കൽപ്പന. ഓ അപ്പോൾ മനസ്സിലായി. നീലുമായിട്ട് എന്തോ വലിയ ഉടക്കാണ്. അതെ, സ്വന്തം മക്കളെ കാണുക നമ്മളെ. ഞങ്ങൾ കൂടെ വരാം, നമുക്ക് പോയി പരിഹരിക്കാമെന്ന്. ഞാനേ എല്ലാവരെയും മക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു മൂക്കുത്തി അതാണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാ. അത് നോക്കിയപ്പോൾ കാണുന്നില്ല. അതെന്ത് ചെയ്യുന്നൊന്ന് ചോദിച്ചു പോയി. അയ്യോ അതിനാ എന്നെ ഇറക്കി വിട്ടത്. അയ്യോ ഇറക്കി വിട്ടുന്ന. ഭവാനിയമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം. ബാ. ഞാനില്ല അങ്ങോട്ട്. എന്നോട് അങ്ങോട്ട് കയറിപ്പോരെന്നാ പറഞ്ഞേക്കുന്നത്. ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കണ്ട, നമുക്ക് അകത്ത് കയറിയിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പരിഹരിക്കാം. അത്രേ ഉള്ളൂ. അല്ല ഭവാനിയമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോവാം. അങ്ങോട്ട് വാ. അല്ല വേണ്ട, നിങ്ങൾക്ക് എന്നോട് ഇത്രയും ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടായല്ലോ, അത് മതി. ഞാൻ എങ്ങോട്ടും ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ. നിങ്ങളിങ്ങനെ റോഡിലിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമില്ലേ? നിങ്ങൾ ബാഗ് വാങ്ങിച്ചാൽ നമുക്ക് അങ്ങോട്ട് കൂട്ടിയിട്ട് പോവാം. ഒന്നും പറയാൻ നിൽക്കണ്ട, വാ. ബാബാ വന്നേ. വാ എണീക്ക്. എനിക്ക് മക്കളല്ലേ വിളിക്കുന്ന. വാ, എല്ലാ കാര്യത്തിനും പരിഹാരം കാണാ. എന്നിട്ട് പരിഹാരം കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അത് ശരി, ഫുഡ് വാരി കൊടുക്കുന്ന എന്റെ കൊച്ചുങ്ങൾക്ക് എനിക്ക് ഫുഡ് വാരി കൊടുത്തൂടെ? അതുകൊള്ളാം. കൊടുത്തോ. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. പറ. അമ്മൂമ്മയല്ലേ പറഞ്ഞ അമ്മൂമ്മ ഗേറ്റിനപ്പുറത്ത് ഇരിപ്പുണ്ടാവുന്നു. അവിടെ ഇല്ല. അവിടെ ഇല്ലേ? ആ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, എനിക്ക് വായിക്കാം. എന്തെങ്കിലും കാണിക്കട്ടെ എന്നാ? എന്താ അമ്മ, എനിക്ക് തോന്നണേ അമ്മൂമ്മയ്ക്ക് ആ മൂക്കുത്തി അത്ര വേണ്ടപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കിടന്ന് ചൂടാവേണ്ട കാര്യമില്ലല്ലോ. ലച്ചു, എത്ര വേണ്ടപ്പെട്ട സാധനമാണെങ്കിലും ഈ കൊച്ചുങ്ങളെയാണോ പറയേണ്ടത്? അങ്ങനെ അവർ മോഷ്ടിച്ചെന്നാണോ പറയണ്ടേ? അല്ല, അമ്മൂമ്മ പറഞ്ഞതൊക്കെ തെറ്റാണ്, സമ്മതിച്ച്. പക്ഷെ അമ്മൂമ്മ ഉറപ്പിച്ച് പറയല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ആ മൂക്കുത്തി പോയെന്ന്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണ്ടല്ലേ? നമുക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലേ? അത് ശരിയാണോ അമ്മ? നിങ്ങൾ പറയണ കാര്യം ശരി തന്നെയാണ്. പക്ഷെ അതിനുള്ളൊരു സമയം അമ്മ തന്നാ. ഒരു ക്യാപ്പും തന്നില്ല. അവങ്ങൾ സമർത്ഥിക്കുകയാണ് പിള്ളേരെ അടുത്തുനിന്ന്. എന്നാൽ ഇവിടെയൊക്കെ നോക്കാൻ നീലു മൂക്കുത്തി എൻ്റെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞൂടെ? ഒരു തപ്പാളത് സമയം തന്നായിരുന്നു അമ്മ. അമ്മൂമ്മ പറയുന്നത് ഇപ്പൊ അമ്മൂമ്മയുടെ ബാഗിൽ നിന്ന് ആരും ആ മൂക്കുത്തി എടുത്തു എന്നല്ലേ? ഇവരാ മിഠായി എടുക്കുന്നതിന്റെ ഇടയിൽ ആ ബാഗിൽ നിന്ന് ആ മൂക്കുത്തി താഴെ പോയതാണെങ്കിലോ? തള്ളിക്കളയാൻ പറ്റൂല അമ്മ. അത് ശരിയാ, അത് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ റൂമൊക്കെ അടിച്ചു വരുന്നതല്ലേ? ആരെങ്കിലും അടിച്ചു വരുന്ന കൂട്ടത്തിലെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലോ? അല്ല, ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മൂക്കുത്തി തപ്പെടുക്കണ്ടേ? ചിലപ്പോ ബാഗിൽ തന്നെ ഉണ്ടെങ്കിൽ അത്. ബാഗിലില്ല, 2 ബാഗ് ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാ. ഇല്ല. പിന്നെ ഈ മൂക്കുത്തി തപ്പുന്നതിന്റെ കൂട്ടത്തിൽ എനിക്ക് വേറൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ? ഈ ഇച്ചിരി പോകുന്ന മൂക്കുത്തിക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കണമെങ്കിൽ ആ മൂക്കുത്തിയുടെ പുറകിൽ എന്തോ വലിയൊരു കഥയുണ്ട്. ദി സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ് മൂക്കുത്തി, അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നേ, ഞാൻ ഇത്രയും വർഷമായിട്ട് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഒരു മൂക്കുത്തി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് എത്ര ഇൻട്രസ്റ്റ്. എന്നിട്ട് ആ കഥ ചേച്ചിക്ക് കഥയിൽ എഴുതാനാണ്. നല്ല കഥയാണെങ്കിൽ എഴുതാലും. കഥയൊക്കെ എഴുതാം. ആ റൂം ആരാ തൂത്തുവാര്? നിന്നല്ലേ ഞാൻ ഏൽപ്പിച്ചത്? ഞാനത് ദിയേനെ ഏൽപ്പിച്ചായിരുന്നു. അത് അപ്പോഴത്തേക്കും കൊട്ടേഷൻ കൊടുത്ത്. നീ ഇന്നൊരു കാര്യം ചെയ്യാം, കൊച്ചിനെ വിളിച്ചത് ചോദിക്കും. ഞാൻ ഫോം വിളിച്ച് ചോദിച്ചു നോക്കാം. എന്തരമ്മ ഇവിടെ ഒന്നും കാണാനില്ലല്ലേ? വാ, വേറെ എവിടെ നോക്കാം. വേറെ എവിടെ നോക്കേ? അമ്മേ, ആ കിട്ടിയാ? എവിടെന്ന്? ആ വേസ്റ്റ് ഇടുന്നോടത്ത് നോക്കി, കത്തിക്കുന്നോടത്ത് നോക്കി, പിന്നെ ആ വർക്ക് ഏരിയയിൽ കുറെ വേസ്റ്റ് വെച്ചിട്ടില്ലേ, അവിടെയൊക്കെ തപ്പി. ഈ മുറിയിൽ നോക്കാൻ ഒരു സ്ഥലമില്ല. ആ മേശ എല്ലാം എടുത്ത് വലിച്ചാരിയിട്ട് നോക്കി. ബെഡ്ഷീറ്റൊക്കെ നോക്കി ഇപ്പം അവൻ പിരിച്ച് മാറ്റിയതേ ഉള്ളൂ. അമ്മ മോയ് ഒരു കാര്യം ചെയ്, നമ്മുടെ അപ്പൂപ്പനെ വിളിച്ചു ചോദിച്ചു. അതാകുമ്പോ ഈ സാധനം അവിടെ ഉണ്ടോന്നും അറിയാം, ഇതിന്റെ ഫ്ലാഷ് ബാക്കും അറിയാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഫോൺ എടുക്കട്ടെ. എടുക്കണില്ല. പറമ്പിലായിരിക്കും, തിരിച്ചു വിളിച്ചോളൂ.